Okay, good morning, my dear students, and welcome back to the subject e-commerce. Today we are going to have the second session of this course. നമ്മൾ കഴിഞ്ഞ സെഷൻ 1 എന്താണ് ഇ-കോമേഴ്സ് ആൻഡ് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇ-കോമേഴ്സ് ആൻഡ് ട്രഡീഷണൽ കോമേഴ്സ് കണ്ടു. ഇന്ന് നമുക്ക് ഈ ഒരു സെഷനിൽ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇ ബിസിനസ് ആൻഡ് ഇ-കോമേഴ്സ് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആക്ച്വലി നമ്മളുടെ കൊളോക്കിയൽ ലാംഗ്വേജിൽ ജനറൽ ആയിട്ട് നമ്മൾ ഇ ബിസിനസ് എന്നും ഇ കോമേഴ്സ് എന്നൊക്കെ നമ്മൾ ജനറൽ ആയിട്ട് പറയാറുണ്ട്, സെയിം സെൻസിൽ തന്നെ. ബട്ട് ഏകദേശം സെൻസ് ഒക്കെ സെയിം ആണെങ്കിലും ദർ ഇസ് സം ഡിഫറൻസ്, ലിറ്റിൽ ഡിഫറൻസ് ഉണ്ട് ഈ ബിസിനസ്സും ഇ കോമേഴ്സ് തമ്മിൽ. ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇ കോമേഴ്സിൽ നിന്നും ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ് ഈ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇ കോമേഴ്സ് ഇസ് എ വൈഡ് കൺസെപ്റ്റ്, വേറാസ് ഇ ബിസിനസ് ഇസ് എ നാരോ കൺസെപ്റ്റ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇൻ ഇ കോമേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് ടു ബിസിനസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും അതുപോലെ ബിസിനസ് ടു കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ സാധ്യമാണ്. അതായത് എന്താണ് ബിസിനസ് ടു ബിസിനസ് എന്ന് പറയുന്നത്, ബി ടു ബി എന്ന് പറയുന്നതും ബി ടു സി എന്ന് പറയുന്നത്. അതായത് ബിസിനസ് ടു ബിസിനസ് ആൾക്കാരെ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതെന്താണ്, ഇപ്പൊ സപ്പോസ് ഞാനൊരു മാനുഫാക്ചർ കമ്പനി ആണെങ്കിൽ ഞാൻ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പൊ എനിക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് വേറൊരു സപ്ലയർ കമ്പനിയും എനിക്ക് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഈ സപ്ലയർ കമ്പനി ആയിട്ട് ഞാൻ എന്ത് ചെയ്തു, റിയൽ ടൈമില്, അതായത് ഇപ്പൊ എനിക്ക് റോ മെറ്റീരിയൽ തീരുമ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു, സപ്ലയർ കമ്പനിക്ക് മെസ്സേജ് അയക്കുകയാണ് എനിക്ക് ഈ റോ മെറ്റീരിയൽ വേണം. അത് തീരുമ്പോൾ തന്നെ അപ്പൊ തന്നെ ഞാനത് ആ മെസ്സേജ് ഫോം ചെയ്ത് അപ്പൊ തന്നെ അത് സപ്ലൈയിലേക്ക് എത്തുന്നു. അതാണ് റിയൽ ടൈം എന്ന് പറയുന്നത്. നിയർ റിയൽ ടൈം അല്ലെങ്കിൽ റിയൽ ടൈം, ആ ടൈമിൽ തന്നെ ഞാൻ ആ കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുന്നു. സോ അങ്ങനെ ബിസിനസ് ടു ബിസിനസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും ബിസിനസ് ടു കൺസ്യൂമർ, ഇപ്പൊ ഒരു കൺസ്യൂമർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ കമ്പനിയുടെ ഓൺലൈൻ വെബിൽ പോയിട്ട് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം അല്ലേ. അപ്പൊ അതാണ് ബിസിനസ് ടു കൺസ്യൂമേഴ്സ്. അപ്പോൾ ബിസിനസ് ടു ബിസിനസ്സും ബിസിനസ് ടു കൺസ്യൂമേഴ്സും ഉള്ള കമ്മ്യൂണിക്കേഷൻ ഇന്റർനെറ്റ് എന്നുള്ള ഒരു പ്രൈമറി പോർട്ടലിലൂടെ നമ്മൾ സാധ്യമാക്കി എടുക്കുന്നു. അതാണ് ഇ കോമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ആമസോൺ, ഇബേ അതിലൊക്കെ അങ്ങനെയാണ്. ഈ ആമസോണിൽ വേണമെങ്കിൽ നമുക്ക് ആമസോൺ വഴി ഒരു ബിസിനസ് നടത്താം, അല്ലെങ്കിൽ ആമസോണിൽ പോയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം, ഇബേയിൽ അതുപോലെ തന്നെ. പക്ഷെ ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇ കോമേഴ്സിൽ ബിസിനസ് ടു ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, അതിനെ മാത്രമായിട്ട് പറയുന്നതാണ് ഈ ബിസിനസ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ബാങ്കിൽ വിചാരിക്കുക, അതിന്റെ ഹെഡ് ഓഫീസും ബ്രാഞ്ചും അവർ തമ്മിൽ ഒരു ഇന്റർനെറ്റ് കണക്ഷനിലൂടെ അവരുടെ ബിസിനസ് ആക്ടിവിറ്റീസിന്റെ കമ്മ്യൂണിക്കേഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പൊ അവരുടെ ബിസിനസ് കമ്മ്യൂണിക്കേഷൻസ് മാത്രമാണ് ഇന്റർനെറ്റിൽ കൂടെ നടത്തുന്നത്. ഇപ്പൊ ഒരു ബ്രാഞ്ചിൽ നടക്കുന്ന അപ്പോൾ ഉള്ള എല്ലാ ബിസിനസ് ട്രാൻസാക്ഷൻസും ഹെഡ് ഓഫീസിൽ ഇരുന്നുകൊണ്ട് അവിടുത്തെ കമ്പ്യൂട്ടറിലെല്ലാം കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് എന്ത് ഈ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പൊ അതൊരു ഇന്റർനെറ്റിലൂടെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇന്റർനെറ്റ് എന്ന് പറയുന്ന പോർട്ടൽ ഒരു പ്രൈമറി പോർട്ടൽ ആയിട്ടല്ല അവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് കൺസിഡർ ടു ബി എ സെക്കൻഡറി ഓർ എ സബ്സിഡറി പോർട്ടൽ. ഓക്കെ, അതാണ് ഈ ബിസിനസ്. അപ്പം ഇ കോമേഴ്സ് ഇ ബിസിനസ് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ഇൻ ഇ കോമേഴ്സ് ഇന്റർനെറ്റ് ഇസ് ദ പ്രൈമറി പോർട്ടൽ, whereas in e-business intranet is the primary portal and internet is the secondary or subsidiary portal. ഇപ്പൊ നമുക്ക് ബാങ്കിൽ ഒരു മൊബൈൽ ബാങ്കിങ്ങോ നെറ്റ് ബാങ്കിങ് ഒക്കെ ചെയ്യണമെങ്കിൽ അവിടെ ഇന്റർനെറ്റ് ഒരു സെക്കൻഡറി പോർട്ടലാണ്. നമുക്ക് വേണമെങ്കിൽ ബാങ്കിൽ നേരിട്ട് പോയി ആ ട്രാൻസാക്ഷൻ നടത്താം. ഓക്കെ, സോ അതാണ് ഇ കോമേഴ്സ് ആൻഡ് ഇ ബിസിനസ്. ഇതിന്റെ ശരിക്കുള്ള ഡിഫറൻസ് നമുക്ക് അടുത്ത സ്ലൈഡിൽ കാണാം. ഓക്കെ, ഓക്കെ, നമുക്കിനി ഇ കോമേഴ്സും ഇ ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ഇതും എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പൊ ഡിഫറൻസ് മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ദാറ്റ് ഈസ് ഇ കോമേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ആമസോൺ ഫോർ എക്സാമ്പിൾ മൈൻഡിൽ കൊണ്ടുവരണം. ഇ ബിസിനസ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ബാങ്ക് കൊണ്ടുവരിക. ഓക്കെ, ഇ കോമേഴ്സിൽ നമുക്ക് എന്താ പറയാ, ഏത് നമുക്കൊരു കസ്റ്റമർ ആയിട്ടുള്ള രീതിയിലും അതുപോലെ ബിസിനസ് ആയിട്ടുള്ള രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഇ കോമേഴ്സിൽ ചെയ്യാം. ഈ ബിസിനസ്സിലെ ബിസിനസ് ടു ബിസിനസ് എന്നുള്ള രീതിയിൽ മാത്രം കാര്യങ്ങൾ ചെയ്യാം. ബാങ്കിന്റെ ഉള്ളിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ്, ബാങ്കിന്റെ ഉള്ളിൽ തന്നെ നടക്കുന്ന ട്രാൻസാക്ഷൻ, അതാ ഈ ബിസിനസിന്റെ രീതിയിൽ. ഇ കോമേഴ്സ് എന്ന് പറയുമ്പോൾ കസ്റ്റമേഴ്സിനും ഇനിയിപ്പോ വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്ന അവർക്കും എന്ത് ചെയ്യാം, ഇ കോമേഴ്സിൽ ഇൻവോൾവ് ആവാം.
സോ അതുകൊണ്ട് തന്നെയാണ് ഇ കോമേഴ്സിന് ഒരു ഓപ്പൺ സിസ്റ്റം ആയിട്ടും ഈ ബിസിനസ്സിന് ഒരു ക്ലോസ്ഡ് സിസ്റ്റം ആയിട്ട്. കാരണം ബാങ്കിന്റെ ഉള്ളിൽ ഇപ്പൊ ലൈക്ക് മാനേജറും അതുപോലെ കാഷ്യറൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, ഇന്റർനെറ്റിൽ കൂടെ അവര് ലിങ്ക് കണക്ട് ചെയ്ത് ബാങ്കിലത്തെ ട്രാൻസാക്ഷൻസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ക്ലോസ് സിസ്റ്റമാണ്. പിന്നെ നമ്മുടെ ഇ കോമേഴ്സ് പറയുന്നത് അത്ര സെക്യൂർഡ് അല്ല, പക്ഷെ ഇവിടെ ഈ ബിസിനസ്സിലെല്ലാം സെക്യൂർഡ് ആണ്. പിന്നെ നമ്മുടെ ഇ കോമേഴ്സിൽ നമ്മൾ കൂടുതലായിട്ട് ടെക്നോളജി ആയിട്ട് ഡീലിങ്സ് ആണ് വരുന്നത്. ഒരു കസ്റ്റമർ ആയിട്ടുള്ള രീതിയിൽ എൻ്റർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ബിസിനസ് പാർട്ട്ണർ ആയിട്ടുള്ള രീതിയിൽ എൻ്റർ, അപ്പൊ അതിനൊക്കെ ടെക്നോളജി ഉണ്ട്. പക്ഷെ നമ്മുടെ ഈ ബിസിനസ്സിൽ നമ്മൾ ചെയ്യുന്ന ഓരോ ഫങ്ഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള രീതിയിലാണ്, നമ്മളുടെ ഫങ്ഷൻസിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലാണ് വരിക. ഇപ്പൊ ഒരു കാഷ്യർ ആണെങ്കിൽ ഇപ്പൊ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആ എൻട്രി എങ്ങനെയൊക്കെ ചെയ്യുക, അപ്പൊ അതിന് ഫെസിലിറ്റി ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പൊ പണ്ടത്തെ രീതിയിൽ ഇപ്പൊ ഒരു കാഷ്യർ എടുത്ത് പോയിട്ട് നമ്മൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അയാൾ ആ ലെഡ്ജറിൽ എഴുതി വെക്കും, അത് ഇപ്പം അയാൾക്ക് കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്യാം, അപ്പൊ തന്നെ അത് മാനേജറിൽ അവിടേക്ക് പാസ് ആവും അല്ലെ. പിന്നെ ഈ ഇ കോമേഴ്സിൽ നമ്മൾ അധികം ഈ ഇലക്ട്രോണിക് ഡേറ്റ ഇന്റർചേഞ്ച് അധികം നടത്തുന്നില്ല, പക്ഷെ ഈ ബിസിനസ്സിൽ അത് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കാഷ്യർ വൺസ് ഒരു ലെഡ്ജർ എൻട്രി നടത്തി കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് അപ്ഡേറ്റഡ് ആയിട്ട് മാനേജറിനവിടേക്ക് എത്തുന്നത്. പിന്നെ ഇ കോമേഴ്സിൽ എപ്പോഴും ഇന്റർനെറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഈ ബിസിനസ്സിൽ ഇൻട്രാനെറ്റ്, അതായത് ആ ബാങ്കിന്റെ ഉള്ളിൽ വിദ്യം കണക്ട് ചെയ്യുന്നതാണ് ഇൻട്രാനെറ്റ്, അതിലൂടെയാണ് എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇ കോമേഴ്സിലെ എല്ലാ കോമേഴ്സ് ട്രാൻസാക്ഷൻസ് ആണ് നടക്കുന്നത്, ഈ ബിസിനസ്സിൽ ബിസിനസ് ട്രാൻസാക്ഷൻസ് ആണ്. നമുക്ക് ഇ കോമേഴ്സിൽ ചെറുതും വലുതുമായിട്ടുള്ള ട്രാൻസാക്ഷൻ നടത്താം, ഈ ബിസിനസ്സിൽ എപ്പോഴും ബൾക്കി ട്രാൻസാക്ഷൻസ് ആണ്. പിന്നെ നമുക്ക് ഇ കോമേഴ്സിൽ ബിസിനസ്സും കൺസ്യൂമേഴ്സിന്റെയും ഇത് കൺസിഡർ ചെയ്യുന്നുണ്ട്, ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഈ ബിസിനസ്സിൽ എപ്പോഴും ബിസിനസ് ആക്ടിവിറ്റീസ് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. ശരിക്കും നമ്മളുടെ ഒരു ബിസിനസ് മോഡലിന്റെ എക്സ്റ്റൻഷൻ ആണ് ഇ കോമേഴ്സ്. ഈ ബിസിനസ് എന്ന് വെച്ചാൽ ഓൺലൈൻ ബിസിനസ് മാത്രമാണ്. അതായത് ഒരു ബാങ്കിന്റെ ഉള്ളിൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ് ഓൺലൈൻ ആക്കിയിട്ടുണ്ട് ഇന്റർനെറ്റിലൂടെ, അതാണ് ഈ ബിസിനസ്. ഇ കോമേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ സാധാരണ ഒരു ട്രഡീഷണൽ ബിസിനസിന്റെ ഒരു എക്സ്റ്റൻഷൻ മോഡൽ, അതിൽ കസ്റ്റമറിനും അല്ലെങ്കിൽ ഒരു ബിസിനസ് പാർട്ട്ണറൊക്കെ ഒരുപോലെ എൻട്രി ചെയ്ത് കാര്യങ്ങൾ ചെയ്യാം, അതാണ് ഇ കോമേഴ്സ് ആൻഡ് ഇ ബിസിനസ്. അപ്പൊ കുറച്ചുകൂടി വൈഡർ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് ഇ കോമേഴ്സ്. ഈ ബിസിനസ് അതിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഓക്കെ നമുക്കിനി നെക്സ്റ്റ് നോക്കാനുള്ളത് ഇ കോമേഴ്സിന്റെ ഹിസ്റ്ററിയാണ്. ഏകദേശം 40 വർഷത്തോളം ആയിട്ടുണ്ട് നമ്മളുടെ ഈ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് വന്നിട്ട്. ശരിക്കും ഇത് നമ്മളുടെ ഇ കോമേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഡേറ്റ ഇന്റർചേഞ്ച്, ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, ഈ രണ്ട് ടെക്നോളജിയിൽ നിന്നും ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളതാണ് ഇ കോമേഴ്സ്. ഇ കോമേഴ്സിന്റെ ഒരു ഇനീഷ്യേറ്റീവ് ആണ് EDI എന്ന് പറയുന്നത്. ഇ കോമേഴ്സിന് തുടക്കം കുറിച്ചത് EDI ആണ്, ഇലക്ട്രോണിക് ഡേറ്റ ഇന്റർചേഞ്ച് ആണ്. അത് അപ്പം 60കളിൽ തന്നെ EDI ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഒരുപാട് ഓർഗനൈസേഷൻസ് ആ EDI ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഏകദേശം ഒരു 80s ഒക്കെ ആയപ്പോഴേക്കും അതിനൊരു റീസണബിൾ ആയിട്ടുള്ള അക്സെപ്റ്റൻസ് കിട്ടിയിരുന്നു. 60കളിൽ തന്നെ EDI ഡെവലപ്പ് ചെയ്ത് പല ബിസിനസ് ഓർഗനൈസേഷൻസും അവരുടെ ഇൻഫർമേഷൻസ് എക്സ്ചേഞ്ച് നടത്തിയിരുന്നു. പക്ഷേ ആ കാലഘട്ടത്തിൽ ഒരു ബുദ്ധിമുട്ട് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ബിസിനസ് ഓർഗനൈസേഷൻസും അവരുടേതായിട്ടുള്ള EDI ഫോർമാറ്റ്സ് ആണ് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ആ സമയത്ത് ഒരുപാട് ഡിഫറെന്റ് EDI ഫോർമാറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് EDI ഫോർമാറ്റ്സ് ഉള്ളത് കൊണ്ട് ബിസിനസ്സുകൾ തമ്മിൽ ഇന്ററാക്ഷൻസ് ബുദ്ധിമുട്ടായിരുന്നു. ബിസിനസിന്റെ ഉള്ളിലുള്ള ഇന്ററാക്ഷൻസ് സാധ്യമാണ്, പക്ഷെ ഒരു ബിസിനസ്സും മറ്റുള്ള ബിസിനസ്സുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് സാധ്യമായിരുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് ഓരോ ബിസിനസ്സും യൂസ് ചെയ്യുന്ന EDI ഡിഫറെന്റ് ഫോർമാറ്റ്സിലായതുകൊണ്ട്. പക്ഷെ പിന്നീട് അത് ഒരു ജനറൽ ഫോർമാറ്റിലേക്ക് വന്നിട്ടാണ് നമ്മളുടെ ബിസിനസ് ടു ബിസിനസ്സുകൾ ഇന്ററാക്ഷൻസ് നടന്നു തുടങ്ങിയത്. അപ്പൊ ആ രീതിയിൽ EDI നിൽക്കുന്ന സമയത്തായിരുന്നു 1969 നമ്മുടെ ഇന്റർനെറ്റിന്റെ വരവ്. അത് ഡിഫൻസ് ഓർഗനൈസേഷനിലാണ് അത് ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തത്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിങ്ങിലൂടെ ഇന്റർനെറ്റ് ഡെവലപ്പ് ചെയ്തു. ശരിക്കും ഈ ഇന്റർനെറ്റ് ഡെവലപ്പ് ചെയ്തിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഇന്റർനെറ്റ് ഡെവലപ്പ് ചെയ്ത് വന്നു. അപ്പം EDI ഇപ്പം എന്താ പറയാ, പല ഡിഫറെന്റ് ഫോർമാറ്റ്സിൽ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ എന്നാൽ ജനറൽ ഫോർമാറ്റിലേക്ക് ആവാം എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ ഇന്റർനെറ്റ് വന്നു.
അപ്പം ഈ ഇന്റർനെറ്റും ഈ EDI-യും ഏകദേശം എന്താ പറയാ ഒരു എൻഡപ്പ് ആയിട്ടുള്ള രീതിയിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് വേൾഡ് വൈഡ് വെബ് 1990s ഫോം ചെയ്തത്. വേൾഡ് വൈഡ് വെബ് 1990s ഫോം ചെയ്തപ്പോൾ അത് ശരിക്കും നമ്മുടെ ഇന്റർനെറ്റിനെ ഒന്നുകൂടി ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതുപോലെ തന്നെയാണ് EDI നമ്മുടെ അപ്പൊ വേൾഡ് വൈഡ് വെബ് വന്നപ്പോഴേക്കും EDI-യും നമ്മുടെ ഇ-കോമേഴ്സ് എന്നുള്ള രീതിയിലേക്ക് ഉയർത്തെഴുന്നേറ്റു. അപ്പൊ ആ രീതിയിലാണ് നമ്മളുടെ ഇ-കോമേഴ്സിന്റെ ഡെവലപ്മെന്റ് ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഓക്കെ, നമ്മളുടെ ഇ-കോമേഴ്സിന്റെ ഹിസ്റ്ററിയിൽ വെബ് വന്നതോട് കൂടിയിട്ട് നമ്മളുടെ ഇ-കോമേഴ്സ് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ വെബ് ശരിക്കും നമ്മളുടെ ഒരു മെയിൻ സ്ട്രീം മീഡിയ ആയിട്ട് മാറുക ചെയ്തത്. ഇപ്പൊ നമ്മുടെ പ്രിന്റ് മീഡിയ, TV മീഡിയ, റേഡിയോ മീഡിയ ഒക്കെ മറികടന്നുകൊണ്ട് ഒരു മെയിൻ സ്ട്രീം മീഡിയ ആയിട്ട് മാറി. അത് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് മൂവ് ചെയ്തത്. അതിന്റെ ടെക്നിക്കൽ ഇൻഫ്രാസ്ട്രക്ചറും അതിന്റെ ലോ കോസ്റ്റ് ഒക്കെ അതിനെ കുറെ കൂടി പോപ്പുലർ ആക്കി. ആ സമയത്ത് HTML ആണ് അതിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ടെക്നോളജി. അപ്പൊ ആ ഒരു ടെക്നോളജി ഇപ്പൊ ഇന്റർനെറ്റിനെ ഈ വെബ് നന്നായിട്ട് എഴുന്നേൽപ്പിച്ചെങ്കിലും നമ്മളുടെ EDI-യുടെ ഡെവലപ്മെന്റ് സ്ലോ ആയിട്ടാണ് ഈ HTML-ന്റെ സപ്പോർട്ട് കൂടി ഫോം ചെയ്തിരുന്നത്. അതാണ് ശരിക്കും ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഡ്രോബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ പിന്നീട് ഈ HTML-ന് പകരം നമുക്ക് XML മെറ്റാ മാർക്കപ്പ് ലാംഗ്വേജ് എന്നുള്ള സംഭവം വന്നു കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഇ-കോമേഴ്സ് അത് കുറെ കൂടി എനർജറ്റിക് ആയിട്ട് ഡെവലപ്പ് ചെയ്തു. അതിന്റെ ഡെവലപ്മെന്റ് കുറച്ചുകൂടി ഫാസ്റ്റായി. ഓക്കെ, അപ്പൊ അങ്ങനെ ഇ-കോമേഴ്സിന്റെ ഇപ്പൊ കാണുന്ന എല്ലാ ഡെവലപ്മെന്റിന്റെയും കാരണം XML ആണ്. ഓക്കെ, അത് മാത്രമല്ല, അത് കൂടാതെ 1992 നമുക്ക് വെബ് ബ്രൗസർ, മൊസൈക്ക് വെബ് ബ്രൗസർ, നെറ്റ്സ്കേപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രൗസർ വന്നതോട് കൂടിയിട്ട് നമ്മളുടെ ഇ-കോമേഴ്സ് കുറെ കൂടി പോപ്പുലർ ആയി മാറുക ചെയ്തത്. ഇപ്പൊ നമ്മള് ഗൂഗിൾ ക്രോം ഒക്കെയാണ് ബ്രൗസർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ അന്ന് സ്റ്റാർട്ടിങ്ങില് നെറ്റ്സ്കേപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രൗസർ ആണ് യൂസ് ചെയ്തത്. അപ്പൊ അത് ശരിക്കും ഇ-കോമേഴ്സ് കുറച്ചുകൂടി പോപ്പുലറൈസ് ചെയ്യാനായിട്ട് സഹായിച്ചു. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഹിസ്റ്ററിയിൽ ഇ-കോമേഴ്സിൽ വരുന്നത്. ഓക്കെ, ഓക്കെ, നമ്മളുടെ ഇ-കോമേഴ്സിന്റെ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് മൈൽ സ്റ്റോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാപ്സ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൺലൈൻ ആപ്ലിക്കേഷന്റെ ഡെവലപ്മെന്റ് ആണ്. ഈ നാപ്സ്റ്റർ ശരിക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിക് ഫയൽസ് ഷെയർ ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. അത് ഫ്രീ ആയിട്ട്. കാരണം അന്നൊക്കെ ഈ പറയുന്ന 90s ഇൻഡസ്ട്രിയിൽ നിന്നും കൺസ്യൂമേഴ്സ് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നാപ്സ്റ്റർ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ കുറെ കൂടി ആൾക്കാർ ഇന്റർനെറ്റ് യൂസേജ് കൂട്ടി. കാരണം ഫ്രീ ആയിട്ട് മ്യൂസിക് ഒക്കെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നാപ്സ്റ്റർ കൊണ്ടവർക്ക് പറ്റി. അപ്പം ഇ-കോമേഴ്സ് ഈ നാപ്സ്റ്ററിൽ ഒരു സപ്പോർട്ട് കിട്ടുക ചെയ്തത്. അത് മാത്രമല്ല, നമ്മളുടെ ഈ DSL, അതായത് നമ്മളുടെ ഡിജിറ്റൽ സബ്സ്ക്രൈബിംഗ് ലൈൻ, അതായത് ഇപ്പൊ ഈ നമ്മളുടെ ടെലിഫോൺ ലൈനിലും കുറച്ചുകൂടി ഡെവലപ്പ് ആയിട്ടുള്ള DSL, റെഡ് ഹാറ്റ് ലിനക്സ്. ഈ DSL ഇപ്പൊ നമുക്ക് ടെലിഫോണിക് ലൈനിൽ കൂടെ നമുക്ക് നമ്മളുടെ എന്താണ് ഓഡിയോ സിഗ്നൽസ് മാത്രമാണ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയിരുന്നത്. DSL വഴി നമുക്ക് ഓഡിയോ, വീഡിയോ, മൾട്ടിമീഡിയ എല്ലാ സിഗ്നൽസും പാസ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു അഡാപ്റ്റേഷൻ, പിന്നെ റെഡ് ഹാറ്റ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലേ, അപ്പൊ അതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും നമ്മളുടെ ഇ-കോമേഴ്സിന് അത് ഒരുപാട് ബെനിഫിറ്റ്സ് ആണ് തന്നിരുന്നത്. പിന്നെ 2000 ആയപ്പോഴേക്കും നമ്മളുടെ അമേരിക്കൻ ഓൺലൈൻ, അതുപോലെ ടൈം വാർണർ, ഇതൊക്കെ വന്നപ്പോൾ ശരിക്കും ഇ-കോമേഴ്സ് ഇപ്പോഴേ കാണുന്ന രീതിയിലേക്ക് ഡെവലപ്ഡ് ആയി. ഓക്കെ, അപ്പം ഇപ്പോഴത്തെ നമ്മളുടെ വേൾഡ് വൈഡ് പോപ്പുലാരിറ്റി ഓഫ് ഇന്റർനെറ്റ്, അതിന്റെ സ്റ്റേബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് ഒക്കെ ശരിക്കും ഇ-കോമേഴ്സ് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് അത് വന്നു. ബിസിനസ് ടു ബിസിനസ് ആയിട്ടുള്ള രീതിയിൽ ഒരുപാട് വലിയ രീതിയിലാണ് ഇ-കോമേഴ്സ് ഇപ്പം ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ബിസിനസ് കൺസേൺസും അത് യൂസ് ചെയ്യുന്നത്.
അതിൽ ബിസിനസ് ടു ബിസിനസ്, കൺസ്യൂമേഴ്സ് ടു കൺസ്യൂമേഴ്സ് എല്ലാ ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസും അവിടെ സാധ്യമായിട്ട് ഇപ്പോഴത്തെ ഇ കോമേഴ്സിൽ ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇ കോമേഴ്സിന്റെ ഹിസ്റ്ററിയിൽ വരുന്നത്. ഓക്കെ.